ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം നിയോജക മണ്ഡലം തല നവകേരള സദസ്സിന്റെ നടത്തിപ്പിനായി രൂപീകരിച്ച സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡിസംബർ 1 ഒറ്റപ്പാലം ചിനക്കത്തൂർ ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിന്റെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിനായി രൂപീകരിച്ച സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും സംഘാടക സമിതി പിരിച്ചുവിടുന്നതിനുമായി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അധ്യക്ഷതയിൽ ഒറ്റപ്പാലം താലൂക്ക് സഭാ ഹാളിൽ പ്രത്യേക യോഗം ചേർന്നു. യോഗത്തിൽ പരിപാടിയുടെ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാലപ്പുറം ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് നടന്ന ഒറ്റപ്പാലം മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി സജ്ജീകരിച്ച നിവേദന കൗണ്ടറുകളിൽ പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചത് 4506 നിവേദനങ്ങളായിരുന്നു. നവകേരള സദസ്സ് നടക്കുന്ന ദിവസം രാവിലെ 8 മുതൽ തന്നെ കൗണ്ടറുകളിൽ നിവേദനങ്ങളുമായി പൊതുജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. 20 കൗണ്ടറുകളാണ് നിവേദനങ്ങൾ നൽകുന്നതിന് സജ്ജീകരിച്ചിരുന്നത്. വയോജനങ്ങൾ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പ്രത്യേകം കൗണ്ടറുകൾ സജ്ജീകരിച്ചിരുന്നു. നിവേദനങ്ങളുമായി എത്തുന്നവർക്ക് സഹായത്തിനായി ഹെൽപ്പ് ഡെസ്കുകളും ഒരുക്കിയിരുന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ഫാസിസ്റ്റ് നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK ഷാനിബ് നിർവഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി K. ശ്രീവത്സൻ, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. വിജയരാഘവൻ, മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, പ്രദീപ് കുന്നക്കാവ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, K. കബീർ, MA സിദ്ദിഖ്, KC അബ്ദുൾ റഹ്മാൻ, കൃഷ്ണൻ ഉണ്ണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MT ഷിഹാബുദ്ദീൻ, EP ഋഷികേഷ്, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് P. ജിത്തു, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. മായ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനി വിനോജ്, ജില്ലാ ഭാരവാഹികളായ PP പാഞ്ചാലി, രമ രവീന്ദ്രൻ, ശൈലജ, KP പാർവതി, നേതാക്കളായ മുഹമ്മദ് സോലിഹ്, N. വിജയകുമാർ, K. ബഷീർ, നഗരസഭാ കൗൺസിലർമാരായ P. ജയരാജൻ, PT രാധ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 930ഓളം മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യക്കൂനകൾ നീക്കം ചെയ്തു. മാലിന്യക്കൂനകൾ വൃത്തിയാക്കുന്നത് പുരോഗമിക്കുകയാണ്. ജില്ലയിൽ 1ഉം 2ഉം ഘട്ടങ്ങളിലായി 930 മാലിന്യക്കൂനകൾ ഇതുവരെ നീക്കം ചെയ്തു. ആദ്യഘട്ടത്തിൽ 505 മാലിന്യക്കൂനകളും രണ്ടാം ഘട്ടത്തിൽ ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ 425 മാലിന്യക്കൂനകളാണ് വൃത്തിയാക്കിയത്. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ പിഴയായി ഈടാക്കിയത് 14,47,682 രൂപയാണ്. അതേസമയം എൻഫോഴ്സ്മെന്റ് ടീം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 2,97,700 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ വിവരങ്ങൾ നൽകിയതിന് 16,250 രൂപ പാരിതോഷികവും നൽകിയിട്ടുണ്ട്. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും.
ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സമുന്നതി പദ്ധതി ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ, കുഴൽമന്ദം ബ്ലോക്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രത്യേക ജീവനോപാധി പദ്ധതി സമുന്നതിയുടെ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഏറ്റവും കൂടുതൽ SC വിഭാഗക്കാരുള്ള കുഴൽമന്ദം ബ്ലോക്കിലാണ് സമുന്നതി പട്ടികജാതി സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്കിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ സമഗ്ര വികസനമാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ എല്ലാ തലത്തിലുമുള്ള ഗുണഫലങ്ങൾ പട്ടികജാതി വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് കൂടി ഉറപ്പാക്കൽ, കുടുംബശ്രീ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും മുഴുവൻ കുടുംബങ്ങളെയും അയൽക്കൂട്ട പരിധിയിൽ കൊണ്ടുവരികയും SC അയൽക്കൂട്ടങ്ങൾക്ക് വിവിധ തരത്തിലുള്ള അർഹമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുക, ഇതിലൂടെ മറ്റ് സ്വകാര്യ പണ ഇടപാടുകാരുടെ കടന്നുകയറ്റം നിയന്ത്രിക്കുക, സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കുക, ഉചിതമായ രീതിയിൽ വരുമാനദായക പ്രവർത്തനങ്ങളും ഉപജീവന പ്രവർത്തനങ്ങളും കണ്ടെത്തി നടപ്പിലാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ശില്പശാലയിൽ പദ്ധതി സംബന്ധിച്ച് വിശദീകരണവും പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി അധ്യക്ഷയായി. സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ M പ്രഭാകരൻ പദ്ധതി വിശദീകരണം നടത്തി. തേങ്കുറിശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സ്വർണ്ണമണി, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, പട്ടികജാതി ബ്ലോക്ക് വികസന ഓഫീസർ സുന്ദരൻ, കുടുംബശ്രീ സ്റ്റേറ്റ് ട്രൈബൽ പ്രോഗ്രാം ഓഫീസർ BS മനോജ്, ട്രൈബൽ DPM G ജിജിൻ, മുൻ MLA AV ഗോപിനാഥ്, കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, SC പഞ്ചായത്ത് അംഗങ്ങൾ, മെമ്പർ, സെക്രട്ടറിമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർ, അക്കൗണ്ടന്റുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ DPMമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, മെന്റർമാർ, റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോതക്കുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവാവരണ പൂജ നടന്നു. കോതക്കുറിശി ചേറമ്പറ്റക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുതാലപൊലിയോടനുബന്ധിച്ച് നടത്തിയ ശ്രീചക്ര നവാവരണ പൂജ ഭക്തി നിർഭരമായി. വിദ്യോപാസന പൂജ, നവാവരണമേളം, കീർത്തനം, നൃത്തം എന്നിവയെല്ലാം സമന്വയിച്ച ശ്രീചക്ര നവാവരണ പൂജയ്ക്ക് തന്ത്രി പനാവൂർമന പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി PV വേദപുരേശ്വരൻ സ്വാമി സഹകാർമ്മികനായി. ശ്രീരാം ചൈതന്യയുടെ പ്രഭാഷണവും കലാമണ്ഡലം വയലാർ രാജേന്ദ്രന്റെ നവാവരണ കീർത്തനാലാപനവും ഉണ്ടായി. കലാമണ്ഡലം ബലരാമൻ സ്വയം ചിട്ടപ്പെടുത്തിയ നവാവരണ മേളത്തിന് പ്രാമാണ്യമേകി. വൈകിട്ട് നർത്തകി വിനീത നെടുങ്ങാടിയുടെ നവാവരണ നൃത്തവുമുണ്ടായി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ചെർപ്പുളശ്ശേരി ശിവൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. പേഴുംകര സ്നേഹാരാമത്തിൽ പരിപാലനം സജീവം. ജില്ലാ ഭരണകൂടം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, നവകേരള മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് നഗരസഭ, പിരായിരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പേഴുംകര പാലത്തിന്റെ വശങ്ങളിൽ സജ്ജീകരിച്ച സ്നേഹാരാമത്തിന്റെ പരിപാലനം സജീവമായി തുടരുന്നു. പുതുപ്പരിയാരം ഭാഗത്ത് ചെടികൾക്ക് ദിവസേന രാവിലെയും വൈകിട്ടുമായി വെള്ളമൊഴിക്കുകയും പരിസരം പുല്ലുകൾ വരാതെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനായി 2 ഹരിതകർമ്മ സേനാംഗങ്ങളെ ചുമതലപ്പെടുത്തുകയും അവർക്ക് വേതനം നൽകുകയും ചെയ്യുന്നു. കൂടാതെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ നിരീക്ഷിക്കുന്നതിനായി ക്യാമറയും സജ്ജീകരിച്ചിട്ടുണ്ട്. പിരായിരി ഭാഗത്ത് കുടുംബശ്രീ യൂണിറ്റുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഖേന പരിപാലനം നടത്തി വരുന്നുണ്ട്. പാലക്കാട് നഗരസഭയുടെ പ്രദേശ പരിസരം വൃത്തിയാക്കി ചെടികളുടെ പരിപാലനം നടന്നു വരുന്നു. പൂന്തോട്ടം സജ്ജീകരിച്ചതോടുകൂടി മാലിന്യം നിക്ഷേപിക്കുന്നത് ഇല്ലാതായിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഒറ്റപ്പാലം സ്വദേശിയായ 2.5 വയസ്സുകാരനെ തേടിയെത്തിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്. സൂപ്പർ ടാലന്റ് കിഡ് എന്ന ടൈറ്റിലുള്ള ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ് എന്നിവ തേടിയെത്തിയത് ഒരു 2.5 വയസ്സുകാരനെയാണെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അതൊരു അവിശ്വസനീയമായി തോന്നാം. എന്നാൽ ഒറ്റപ്പാലം അമൃതകൃപയിൽ ബാലശങ്കർ ശ്രേയ ദമ്പതികളുടെ മകനും
ബേബി ശങ്കറിൻ്റെ കൊച്ചുമകനുമായ ഭാസ്കർ ബാല എന്ന 2.5 വയസ്സുകാരനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഒരു പ്രത്യേകതരം വിസ്മയമായിരിക്കും. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ 85 രാജ്യങ്ങളുടെ ദേശീയ മൃഗങ്ങളെക്കുറിച്ചും 35 തരം ദിനോസറുകളെക്കുറിച്ചും 50-ലധികം സസ്തനികൾ എന്നിവയുടെ ചിത്രങ്ങൾ കാണിച്ചാൽ ഭാസ്കർ ബാല തെറ്റാതെ പേരു പറയും. അതും ഏവരെയും അമ്പരപ്പിക്കുന്ന ഉച്ചാരണ ശുദ്ധിയോടെ. Indonesia, Komodo dragon, Japan, Japanese macaque and green fisher, Libya, lion, Madagascar, lemur, Malaysia, Malayan tiger, Mexico, Mexican eagle, Nepal, cow, Mexico golden eagle, Golden Eagle. Okay. Mexican Golden Eagle. Nepal, cow, Romania, the lynx, Russia, brown bear, South Africa. penguin. ഭാസ്കറിൻ്റെ ഈ കഴിവുകൾ തന്നെയാണ് ഈ കൊച്ചുപ്രായത്തിൽ തന്നെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കലാം വേൾഡ് റെക്കോർഡിനും അർഹനാക്കിയത്. ചെറുപ്രായത്തിൽ പുസ്തകങ്ങളിൽ മൃഗങ്ങളുടെ പടങ്ങൾ കാണുമ്പോൾ ഏറെ താല്പര്യത്തോടെ നോക്കിയിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ശ്രേയ കൂടുതൽ പരിശീലനം നൽകിയതാണ് വഴിത്തിരിവായത്. ഇതെന്താ പറയൂ? Ankylosaurus. ഇത് Acrocanthosaurus. ഇത് Almosaurus. ഇത് പറയൂ, ആര് നോക്കി? Albatrosaurus. ഇത് Albatrosauropus. ഭാസ്കർ ബാല എന്ന കുഞ്ഞുമിടുക്കനെ ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതിക്ക് വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ വീട്ടിലെത്തി അനുമോദിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. തൃക്കടേരി പരപ്പനക്കുടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. കഴിഞ്ഞ മാസം 24-നാണ് മഹോത്സവത്തിലും പ്രതിഷ്ഠാദിനത്തിനും തുടക്കം കുറിച്ചത്. പനാവൂർ മനക്കിൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സമാപന ദിവസം രാവിലെ ഗണപതി ഹോമം, ഉപദേവി ദേവന്മാരുടെ നവക പഞ്ചഗവ്യ കലശപൂജ തുടങ്ങി വിവിധ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ കാഴ്ചശീവേലി, കാവടി പൂജ എന്നിവയും വൈകിട്ട് തിരുവളയനാട് കാവിൽ നിന്നും മേളത്തിന്റെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി തിറയാട്ടം, നാടൻപാട്ടും അരങ്ങേറി. KDSന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ നേതൃത്വ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ, സ്ഥാപന മേധാവികൾ എന്നിവർക്കായി ജില്ലാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു.
ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവും അതേമാതിരി വിവരമുള്ളവർ തന്നെയാണ്. എത്രത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഈ വരുന്ന 25-ാം തീയതി മുതൽ അടുത്ത മാസം ഡിസംബർ മാസം വരെ ഉള്ള ഓറഞ്ച് വേൾഡ് ക്യാമ്പയിൻ എന്ന ഈ പരിപാടി നമ്മളെല്ലാ കാലത്തും നമ്മൾ നടത്താറുണ്ട്. നമ്മൾ സ്ത്രീധന നിരോധനത്തിനെതിരെയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരെയും ഉള്ള ഈ പരിപാടി നമ്മളെ വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതേപോലെ ചുരുങ്ങിയ ഈ ഒരു സദസ്സല്ല, നമ്മുടെ വലിയൊരു സദസ്സിൽ തന്നെ നമ്മൾ നിരന്തരം ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരെ തന്നെ നമ്മൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ള എല്ലാവരും തന്നെയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ത്രീധന നിരോധന നിയമം തന്നെ നവംബർ 26-നാണ് വന്നിട്ടുള്ളത്. നവംബർ 26 നിരോധന നിയമം വന്നിട്ടുണ്ടെങ്കിലും ഇന്നും അതിനെപ്പറ്റി കൂടുതൽ അറിവ് ഇല്ലാത്തവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്മിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒറ്റപ്പാലം ICDS പ്രൊജക്ട് ഓഫീസർ സ്വപ്ന സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് റസിയ, ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥൻ ബിനു രാമചന്ദ്രൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഒറ്റപ്പാലം അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസർ ശ്രീജ നന്ദി അറിയിച്ചു. ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്നും പ്രവർത്തിച്ച് ഇന്ത്യൻ വികസന ചരിത്രത്തിൽ കീർത്തിമുദ്ര പതിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139-ാം ജന്മദിനം. കോൺഗ്രസ് പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും പഴയതും വലിയതുമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണിത്. മല്ലികാർജുൻ ഖാർഗെയാണ് നിലവിൽ പാർട്ടിയുടെ അധ്യക്ഷൻ. കോൺഗ്രസിന്റെ ഏറ്റവും ചെറിയ പ്രവർത്തന ഘടകമാണ് ജില്ലാ പാർട്ടി. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലത്തിൽ ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുണ്ട്. ജില്ലകളിൽ നിന്നും PCCകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ചേർന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നു. 1885 ബ്രിട്ടീഷ് ഭരണകാലത്ത് അലൻ ഒക്ടേവിയൻ ഹ്യൂം, ദാദാഭായ് നവറോജി, ഡിൻഷൌ ഇദുൽജി വെച്ച എന്നിവരുടെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും കേന്ദ്ര ബിന്ദുവായിരുന്നു കോൺഗ്രസ്. 1.5 കോടി സജീവ അംഗങ്ങളും 7 കോടി സമരസേനാനികളുമായി അന്നത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ സമരം നയിച്ചു. 1947 സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം കോൺഗ്രസ് ഇന്ത്യയിലെ അനിശ്ചിത രാഷ്ട്രീയ ശക്തിയായി മാറി. സ്വാതന്ത്ര്യത്തിനു ശേഷം നടന്ന 15 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 തവണയും വ്യക്തമായ ഭൂരിപക്ഷം നേടി. 4 തവണ മുന്നണി സംവിധാനത്തോടെയും ഭരണത്തിലെത്തിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ 7 കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം 2 വ്യത്യസ്ത കാലഘട്ടങ്ങളായി ഉള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടം, ഈ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായി മാറി. വിരമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം മുൻകൈയെടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണതലത്തിൽ അഭ്യസ്തവിദ്യരായ ഇന്ത്യക്കാർക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് ഭരണത്തോട് തുടക്കത്തിൽ ഈ പ്രസ്ഥാനം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. 1884 രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടന പേരുമാറ്റിയാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയത്. ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്ന ഡഫറിൻ പ്രഭുവിൻ്റെ അനുമതിയോടെയും പിന്തുണയോടെയും സ്കോട്ട്ലൻഡുകാരനായ A.O. ഹ്യൂം കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം വിളിച്ചു ചേർത്തു. W.C. ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. ആദ്യ സമ്മേളനം പൂനെയിൽ വിളിച്ചു ചേർക്കാനായിരുന്നു തീരുമാനമെങ്കിലും പ്ലേഗ് ബാധ വ്യാപകമായതിനെ തുടർന്ന് സമ്മേളനം ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു. 1885 ഡിസംബർ 28 മുതൽ 31 വരെയാണ് ആദ്യ സമ്മേളനം ചേർന്നത്. ആദ്യ യോഗത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യൻ ദേശീയവാദത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ആദ്യകാലത്തെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. A.O. ഹ്യൂം കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം വഹിച്ച ശ്രീമാൻ ചേറ്റു ശങ്കരൻ നായർ ആ പദവിയിലെത്തുന്ന ആദ്യ മലയാളി എന്ന വിശേഷണത്തിന് അർഹനായി. 1907 മുതൽ 1916 വരെ കോൺഗ്രസ് 2 ഭാഗങ്ങളായി ഭിന്നിച്ചു നിന്നു. ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ തീവ്രവാദികളും ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിൽ മിതവാദികളുമായി മത്സരിച്ചു. ഇക്കാലത്ത് സംഘടനയുടെ നിയന്ത്രണം മിതവാദികൾക്കായിരുന്നു. ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് തുടങ്ങിയവരായിരുന്നു തീവ്രവാദി വിഭാഗത്തെ നയിച്ചത്. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതു നിസ്സഹകരണം, അഹിംസാ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു. പാർട്ടിയുടെ ആശയങ്ങളെ സ്വീകരിച്ച് പാർട്ടി അധ്യക്ഷസ്ഥാനത്തേക്ക് പല നേതാക്കളും വന്നുവെങ്കിലും ഇന്ത്യ സ്വതന്ത്രമാകുന്നത് വരെ ഗാന്ധിയായിരുന്നു കോൺഗ്രസിൻ്റെ അനിശ്ചിത നേതാവ്. സോഷ്യലിസ്റ്റുകളും പാരമ്പര്യവാദികളും ഹിന്ദു മുസ്ലിം യാഥാസ്ഥികരും ഒക്കെ ഉൾക്കൊള്ളുന്ന ബഹുജന പ്രസ്ഥാനമായിരുന്നു ഇക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
മഹാത്മാഗാന്ധിക്ക് മുൻപ് ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, മുഹമ്മദ് അലി ജിന്ന എന്നിവരും കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ടായിരുന്നു. 1929 ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായിരിക്കെ ലാഹോറിൽ ചേർന്ന സമ്മേളനം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്. പൂർണ്ണ സ്വരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഈ സമ്മേളനത്തിലാണ്. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിവസമായും ആചരിച്ചു വരുന്നു. സത്യാഗ്രഹ സമരമുറയോടെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനകീയമായി. നെഹ്റുവിനെ കൂടാതെ സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, സി രാജഗോപാൽ ആചാരി, ആചാര്യ നരേന്ദ്ര ഭവെ, ആചാര്യ കൃപലാനി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ജയപ്രകാശ് നാരായണൻ എന്നീ നേതാക്കന്മാരും ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും വേരോട്ടമുള്ള ഏക പ്രസ്ഥാനമായി കോൺഗ്രസ് വളർന്നു. ജാതി വ്യത്യാസങ്ങളും തൊട്ടുകൂടായ്മ തുടങ്ങിയ ദുരാചാരങ്ങളും ദാരിദ്ര്യവും മതവംശ വിദ്വേഷങ്ങളും വെടിഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുവാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനവും അതിനായി ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം നടത്തിയ യാത്രകളുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയാക്കിയത്. ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു അന്തിമ സമരം. ഇന്ത്യക്കാരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അയച്ചതിനെതിരായും ഗാന്ധിയുടെ ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകൂ എന്നാവശ്യപ്പെട്ട് 1942 ആഗസ്റ്റിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.